സേവറിയോസ് തിരുമേനി സുഖമില്ലാതെ താമസിക്കുന്ന സ്ഥലത്ത് ഏബ്രാച്ചനും ഞാനും കൂടെ കാണാൻ പോയി. എറണാകുളത്തെങ്ങാണ്ടൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ രണ്ടും ഇങ്ങനെ ഉള്ളിയായിട്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധാരായക്കാരെ കണ്ടാൽ അതുപോലെ ഇരിക്കണം. അത്രേ പറഞ്ഞിട്ട് വേറെ ഒന്നും ഒരു വ്യാഖ്യാനവും പറഞ്ഞില്ല. ഇപ്പോൾ വൈദികരെ കണ്ടാൽ അതുപോലെ ഇരിക്കണം. മറ്റൊരു സഭയെ നോക്കി അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ ഒന്നുമില്ലാതെ സാധാരണ സിവിൽ ഡ്രസ് നടക്കുമെന്നൊക്കെ പറയും. സിവിൽ ഡ്രസ്സിലായിക്കോട്ടെ, അത് അവരുടെ കാര്യം. നമ്മളായിരിക്കണമേ അവസാനം വരെ. അത് മാത്രമേ കാണത്തുള്ളൂ നമുക്ക്. അല്ല മനുഷ്യരുടെ പ്രശംസയോ അച്ഛൻ്റെ പാട്ട് നന്നായിരിക്കുന്നു, സോഷ്യൽ മീഡിയയിലെ ഊത്തോമ കേട്ടാൽ മാലാഖമാർ ഇറങ്ങി വരും, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് മനുഷ്യൻ. ഇത് വെറുതെ നമ്മളെ കളിപ്പിക്കാൻ പറയുന്നതാണ്. ഒത്തിരി ഊത്തോമക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഇതൊന്നും നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന കാര്യമൊന്നുമല്ല. മനുഷ്യാകത്ത് വിശുദ്ധിയുണ്ടോ എന്നൊരു ഞാൻ ചോദിച്ചു. ഏതാ നഗരത്തെ പെട്ടെന്ന് പറഞ്ഞില്ല. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, റിന്യൂ യുവർ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ എന്നെഴുതിയത് മഹാരാജാവാണ്. അദ്ദേഹം കവിയാണ്, ഭരണകർത്താവാണ്. അദ്ദേഹത്തിൻ്റെ അനുതാപ നിമിഷത്തിൽ എഴുതിയതാണ് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, റിന്യൂ യുവർ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. അത് നോക്കി വെച്ചാൽ മതി. വേറെ വലിയ വൻകാര്യങ്ങളൊന്നും മലമറിച്ചിടാനൊന്നും പോകണ്ട. ബി യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ വിശ്വസ്തരായിരിക്കണം. ദൈവഭവനത്തിൽ ദൈവം അന്വേഷിക്കുന്ന ഒരു കാര്യമുള്ളൂ, വിശ്വസ്തതയുണ്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ വേഷം കെട്ടും വലിയ കുപ്പായങ്ങളോ പുറത്ത് മാർത്തമാസികയുടെ പടം വരച്ചു വെച്ചുകൊണ്ടത് അല്ല. എങ്കിലും മനസ്സിൻ്റെ വിശ്വസ്തത കളിപ്പിക്കരുത് ദൈവത്തെ. അത്രയേ ഉള്ളൂ. വേഷം കാണിച്ച് പഴയ അച്ഛന്മാർക്ക് ജീവിതത്തിൽ പരിചയം കേട്ടിട്ടേ ഉള്ളൂ. കർത്താവേനോട് കരുണ ചെയ്യണമെന്ന് വളർത്തിയുള്ളൂ നെഞ്ചത്തടിക്കും. ഇപ്പോൾ അടിക്കത്തില്ല ആരും. അടിക്കുക മാത്രമല്ല, ബൈക്ക് അടുപ്പിച്ച് വെച്ചോണ്ടിരിക്കും. അത് പുറകെ കേൾക്കണ്ടേ. ഇങ്ങനത്തെ ഡ്രാമ ഒന്നുമല്ല ജീവിതം, ഡ്രാമ അല്ല ആരാധനയും.